റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ബംഗ്ലാദേശിൽ BNP അധികാരത്തിൽ. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ട ശേഷം ബംഗ്ലാദേശിൽ ശക്തിപ്പെട്ടു വന്ന ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിന് തെരഞ്ഞെടുപ്പിൽ കാര്യമായി സ്വീകാര്യത ലഭിച്ചില്ല. 299 സീറ്റിലേക്ക് നടന്ന മത്സരത്തിൽ 68 സീറ്റ് മാത്രമാണ് ഇസ്ലാമിക് പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമി നയിച്ച 11 പാർട്ടികളുടെ സഖ്യത്തിന് കിട്ടിയത്. മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരിന്റെ കാലത്ത് സംഘടിത ശക്തിയായി ഉയർന്നു വന്ന ഇസ്ലാമിസ്റ്റ് മൌലിക സംഘടനകളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ മതനിരപേക്ഷ ശക്തികൾ കൈകോർത്തു എന്നതിന്റെ തെളിവുകൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. ജമാഅത്തെ ഇസ്ലാമി ജനം തള്ളിക്കളഞ്ഞെന്ന് 2003-2006 കാലത്തെ ബംഗ്ലാദേശിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യത്തിൽ സേവനം ചെയ്ത വീണ സിക്രി വാർത്താ ഏജൻസിയായ PTOയോട് പറഞ്ഞു. 297 സീറ്റിലെ ബലം വരുമ്പോൾ താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഭരണം ഉറപ്പാക്കി. 18 മാസത്തിലേറെയായി സംഘർഷഭരിതമായ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഗുണപരമായ മാറ്റം BNPയുടെ വരവോടെ ഉണ്ടായേക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ വെടിനിർത്തൽ, ഇറാൻ ആണവ ചർച്ചകൾ തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ട്രംപ് രണ്ടാമതും അധികാരം ഏറ്റെടുത്ത് ഇരുവരും തമ്മിൽ നടത്തുന്ന 6ാമത്തെ കൂടിക്കാഴ്ചയാണിത്. 3 മണിക്കൂറോളമാണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചത്. ഗാസയിൽ നടപ്പാക്കപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു. വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രായേൽ നിയന്ത്രണം കടുപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച. ഗാസയിലെ പുനർനിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി ഹമാസ് ആയുധം താഴെ വെക്കണമെന്ന് നെതന്യാഹു വീണ്ടും ആവശ്യപ്പെട്ടു. നെതന്യാഹുവുമായി ചർച്ചകൾ മികച്ചതായിരുന്നുവെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരണമെന്നും ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. ഒരു കരാറിലെത്താനാണ് ശ്രമമെന്നും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഫലം എന്തായിരിക്കുമെന്നും കണ്ടറിയേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിനെ കാണുന്നതിന് മുൻപായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നെതന്യാഹു കണ്ടിരുന്നു. ചർച്ചകൾ വിജയകരമെന്നാണ് ഇരുപക്ഷവും അവകാശപ്പെടുന്നത്. മധ്യപ്രദേശിൽ ബജറംഗ് ദൾ പ്രവർത്തകർ വാലന്റൈൻസ് ഡേ ആഘോഷവേദി അടിച്ചു തകർത്തു. ഇൻഡോറിലെ നാർസി മുൻജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വിദ്യാർത്ഥികളുടെ വാലന്റൈൻസ് ഡേ ആഘോഷവേദി ബജറംഗ് ദൾ പ്രവർത്തകർ അടിച്ചു തകർത്തത്. പരിപാടിയിൽ അശ്ലീലം കലർത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അതിക്രമം. വേദി തകർത്തതിനോടൊപ്പം വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതിയായ അനുമതിയില്ലാതെ എയർബസ് വിമാനം 8 തവണ പറത്തിയതിന് എയർ ഇന്ത്യയ്ക്ക് 1 കോടി രൂപ പിഴ ചുമത്തി DGCA. എയർ വർത്തിനസ് റിവ്യൂ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയായിരുന്നു വിമാനം സർവീസ് നടത്തിയത്. എയർ ഇന്ത്യയുടെ ഉന്നതതല മാനേജ്മെന്റിനെതിരെ രൂക്ഷമായി വിമർശനമുയർത്തിയ DGCA ഗുരുതരമായ നിയമലംഘനമാണ് എയർ ഇന്ത്യ നടത്തിയതെന്നും കുറ്റപ്പെടുത്തി. 2025 നവംബർ 24-നും 25-നും ഇടയിൽ ഡൽഹി, ബാംഗ്ലൂരു, മുംബൈ, ഹൈദരാബാദ് എന്നീ നഗരങ്ങൾക്കിടയിലാണ് എയർബസ് A320 നിയമലംഘനം നടത്തി സർവീസ് നടത്തിയത്. വിമാനത്തിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരിശോധനകളും വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രം DGCA നൽകുന്ന പ്രധാനപ്പെട്ട വാർഷിക സർട്ടിഫിക്കറ്റാണ് ARC. ഈ രേഖ ലഭിക്കാതെ സർവീസ് നടത്തുന്നത് ഗുരുതര നിയമലംഘനമാണ്. സംഭവത്തിൽ ഈടാക്കാവുന്നതിൽ ഏറ്റവും ഉയർന്ന പിഴയാണ് ചുമത്തിയതെന്ന് DGCA അറിയിച്ചു. രേഖകൾ കൈവശമില്ലാതെ വിമാനം പറത്തിയതിന് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും അധികൃതർ നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ 1900 കോടി രൂപ ചിലവാക്കാൻ കിഫ്ബി COയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കേശവദാസുപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 4 വരിയാക്കാൻ 5217 കോടി രൂപ ചെലവഴിക്കാനും തത്വത്തിൽ അംഗീകാരമായി. തിരുവനന്തപുരത്ത് വേളിയിൽ സ്പേസിന്റെ എയ്റോസ്പേസ് കൺട്രോൾ സിസ്റ്റംസ് കോംപ്ലക്സിന് സ്ഥാപിക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ 600 കോടിയും നൽകും. ഇവയുൾപ്പെടെ 8081 കോടിയുടെ പദ്ധതികൾക്കാണ് തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ വെള്ളിയാഴ്ച ചേർന്ന കിഫ്ബി ഡയറക്ട് ബോർഡ് യോഗം 689 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്കും ധനാനുമതി നൽകിയിട്ടുണ്ട്. ഇതോടെ കിഫ്ബിയിലെ പദ്ധതികളുടെ ആകെത്തുക 1,10,000 കോടി രൂപയായി. ഇതുവരെ കിഫ്ബി 38,608 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. MC റോഡിൽ പ്രധാന ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് 7 ബൈപ്പാസുകൾ നിർമ്മിക്കും. കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ബൈപ്പാസുകൾ വരിക. ബാക്കി സ്ഥലങ്ങളിൽ റോഡ് 4 വരിയാകും. കായിക വിശേഷങ്ങൾ. ഫോം ഔട്ടിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിടുന്ന മലയാളി താരം സഞ്ജു സാംസന് പിന്തുണയുമായി ക്രിക്കറ്റ് ഇതിഹാസം സൗരവ് ഗാംഗുലി. സഞ്ജുവിന് നിരന്തരം അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കണമെന്ന് ഗാംഗുലി പറഞ്ഞു. സഞ്ജു മികച്ച താരമാണ്. നിരന്തരം അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. 2 പരാജയങ്ങൾ സംഭവിച്ചാൽ ടീമിൽ നിന്ന് പുറത്താവുന്ന ചിന്തയിൽ നിന്ന് കളിക്കുന്നത് വലിയ സമ്മർദ്ദമുണ്ടാക്കും. അദ്ദേഹത്തിന് ഫോം നിലനിർത്താൻ നിരന്തരം അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. 1 വർഷം മുമ്പ് ഒരു കലണ്ടർ വർഷം അദ്ദേഹം 3 സെഞ്ചുറികൾ അടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഫോം വീണ്ടെടുക്കാൻ സമയം കൊടുക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് ഗാംഗുലി കൂട്ടിച്ചേർത്തു. ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചതിന് പിറകെ കിവീസിനെതിരായ പരമ്പരയിൽ അമ്പയെ നിറം മങ്ങിയ സഞ്ജുവിന് ലോകകപ്പിൽ USA-ക്കെതിരെ അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ നമീബിയക്കെതിരെ മത്സരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അഭിഷേക് ശർമ്മ പുറത്തായതോടെ സഞ്ജുവിന് നറുക്കുവീഴുകയായിരുന്നു. 8 പന്തുകളിൽ 22 റൺസുമായി ടീമിന് മികച്ച തുടക്കം നൽകിയാണ് സഞ്ജു മടങ്ങിയത്. പിന്നീട് താരത്തിന്റെ പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഒരു പോസിറ്റിവിറ്റി തോന്നിയെന്നാണ് ഇർഫാൻ പത്താൻ പ്രതികരിച്ചത്.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാൻ സിറ്റിക്ക് ഫുള്ളാമിനെതിരെ അത്യുജ്വല വിജയം. 3-0 ഫുള്ളാമിനെ പരാജയപ്പെടുത്തിയത്. അതേസമയം നിലവിലുള്ള ചാമ്പ്യന്മാരായ ലിവർപൂൾ 1-0 സണ്ടർലാൻഡിനെ പരാജയപ്പെടുത്തി. ചെൽസിയും ലീഡ്സും തമ്മിലുള്ള മത്സരം 2-2 എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞപ്പോൾ ന്യൂകാസിൽ സ്പേഴ്സിനെ 2-1 പരാജയപ്പെടുത്തി. അതേസമയം വെസ്റ്റ് ഹാമും മാൻ യുണൈറ്റഡും തമ്മിലുള്ള മത്സരം 1-1 എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞു. നിലവിൽ 26 മത്സരങ്ങളിൽ 47 പോയിന്റുമായി ആഴ്സണലാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് മാൻ സിറ്റി 26 കളിൽ നിന്ന് 53 പോയിന്റാണുള്ളത്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ.